الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظالموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മാസങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അവൻ്റെ മാസങ്ങളായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് നമ്മളിന്ന് ഹിജ്റ മാസങ്ങളായിട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള മാസങ്ങളാണ്. ഈ മാസങ്ങളെ അള്ളാഹു അത് 12 ഖുർആനിലൂടെ പറയുന്ന ഒരു ആയത്തുണ്ടല്ലോ, സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്ത്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം അത് 12 ശഹ്റ, 12 മാസങ്ങളാകുന്നു. അത് അള്ളാഹുവിന്റെ രേഖയിൽ അങ്ങനെയാണുള്ളത്. ഫീ കിതാബില്ല, അള്ളാഹുവിന്റെ രേഖയിലുള്ളത് അങ്ങനെയാണ്. ആ രേഖയിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച അന്നു മുതലേ അതങ്ങനെയാണ്. മിൻഹാ 4 ഹുറും, ആ 12 4 ഹുർമത്തുള്ള മാസങ്ങളാകുന്നു, പവിത്ര മാസങ്ങൾ എന്ന് പറയാം. പ്രത്യേകമായി ചില കാര്യങ്ങളൊന്നും പാടില്ലാത്ത വണ്ണം അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള മാസങ്ങൾ, അഥവാ പ്രത്യേകമായി പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, മനുഷ്യനത് കണക്കാക്കൊന്നും വേണ്ട. ഫലാ തളാലമു ഫീഹിന്ന അൻഫുസകും, നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്തുകൂടാത്തതായ മാസങ്ങളാകുന്നു അവ. ആ അതിക്രമത്തെക്കുറിച്ച് എന്താണ് ആ അതിക്രമം എന്ന് ചോദിച്ചാൽ അതിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. അതിൽ പ്രധാനമായും അള്ളാഹു പറയുന്നത് ഖിതാലാണ്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളാകുന്നു ആ 4. എന്നാലോ ഇങ്ങോട്ട് യുദ്ധത്തിന് വരികയാണെങ്കിൽ പിന്നീട് ഞങ്ങൾക്ക് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ കൊള്ളാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വല്ല സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത്തരക്കാരോട്, അങ്ങനെ വരുന്ന ശത്രുക്കളോട് നിങ്ങൾ ഏറ്റുമുട്ടിക്കോളൂ.
അവരെ നിങ്ങൾ ഒന്നടങ്കം യുദ്ധം ചെയ്ത് തോൽപ്പിച്ചുകൊള്ളൂ. കാരണം അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നതുകൊണ്ടാണല്ലോ അത്. കമാ യുഖാതിലൂനകും കാഫ എന്ന് അല്ലാഹു ഇവിടെ പറയുന്നുണ്ട്. അത് ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് ആ ആയത്ത് മാത്രം എടുത്തു വെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഇവിടെ നമ്മള് മുഹറം മാസത്തിലാണുള്ളത്. ആ നിലക്ക് ഈ മുഹറം പവിത്രമാക്കപ്പെട്ട ഒരു മാസമാണ്. മുഹറത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ മുഹറത്തിൽ നടന്നതല്ലാത്ത ഒരു സംഭവം നമ്മൾ ആ കലണ്ടറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ഹിജ്റ കലണ്ടറിനെ കുറിച്ച് നമുക്കറിയാം. ഹിജ്റ എന്നുള്ള മഹാസംഭവം, വലിയ ഒരു സംഭവം നടന്നിട്ടുള്ളത് മുഹറത്തിലല്ല. അതുകൊണ്ട് തന്നെ മുഹറത്തിൽ ഹിജ്റയെ കുറിച്ച് പറയുന്നു എന്ന ഒരു ധാരണ വേണ്ട എന്നർത്ഥം. മറിച്ച് ഹിജ്റയെ നിദാനപ്പെടുത്തിയിട്ടാണ് ആ കലണ്ടർ രൂപപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് ഹിജ്റയെ കുറിച്ച് പറയുന്നു. ആ നിലക്കാണ് ഈ മുഹറത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുഹറത്തെക്കുറിച്ച് പറയുമ്പോൾ ഹിജ്റയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ആമുഖമായി ഒരു ധാരണയുണ്ടാകുന്നത് നല്ലതായിരിക്കും. സാധാരണഗതിയിൽ മുഹറത്തിൽ തന്നെയാണ് ഹിജ്റയെക്കുറിച്ച് പറയാറുള്ളത്. പക്ഷെ അപ്പോ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ധാരണ ഹിജ്റ നടന്നത് മുഹറത്തിലാണ് എന്നുള്ളതാണ്. ഹിജ്റ നടന്നത് സഫർ മാസത്തിലാണ് അതിന്റെ യാത്രക്ക് തുടക്കം കുറിക്കുന്നത്. റബീഉൽ അവ്വലിന്റെ ആദ്യ ആഴ്ചകളിൽ, ആദ്യ ദിവസങ്ങളിലാണ് ആ ഹിജ്റ പൂർത്തിയായി മദീനയിലേക്ക് നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും എത്തുന്നത്. പിന്നീട് സ്വഹാബികളുടെയൊക്കെ ഹിജ്റ തുടങ്ങിയത് മുഹറത്തിലാണ്. അത് ഹിജ്റയുടെ പൂർത്തീകരണം ഉണ്ടാവുന്നത് റബീഉൽ അവ്വലിലാണ്. സഫറും കഴിഞ്ഞ് റബീഉൽ അവ്വലിലാണ്. അപ്പൊ സഫറിലാണ്, ഞാൻ മാസം തെറ്റിയിട്ടില്ലല്ലോ, ഇല്ല, മുഹറം പറഞ്ഞില്ലേ, സഫർ മാസത്തിലാണ് ഹിജ്റയുടെ സഫർ മാസത്തിന്റെ അവസാനത്തിലാണ് ഹിജ്റയുടെ ഈ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഹിജ്റക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഹിജ്റക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയും റസൂലുള്ളാഹി ഹിജ്റക്ക് പുറപ്പെടുന്നത് സഫർ മാസത്തിന്റെ അവസാനത്തിലാണ്. റബീഉൽ അവ്വലിന്റെ ആദ്യത്തിലാണ് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തുന്നത്. ആ ഹിജ്റയുടെ പൂർത്തീകരണം ഉണ്ടാകുന്നതും ഈ റബീഉൽ അവ്വലിന്റെ ആദ്യ ദിവസങ്ങളിലാണ്. എന്നാൽ സ്വഹാബികൾ ഹിജ്റ പോകാൻ വേണ്ടി ആരംഭം കുറിച്ചിട്ടുള്ളത് ഈ സഫറിന്റെ ആദ്യത്തിലും അതിന്റെ ആലോചനകൾ ഉണ്ടാകുന്നത് മുഹറത്തിലൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ഒരു ചരിത്രമാണ് ഹിജ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നേർക്ക് നേരെ ഹിജ്റയും മുഹറവുമായി കൊണ്ട് പ്രത്യേകിച്ച് ബന്ധം എന്തെന്ന് ചോദിച്ചാൽ ഹിജ്റ കലണ്ടറിന്റെ ബന്ധം മാത്രമാണുള്ളത്. ഹിജ്റ കലണ്ടർ ആവട്ടെ രൂപപ്പെടുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ഹിജ്റ കലണ്ടർ രൂപപ്പെടുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഷൂറ നടത്തുകയാണ്. അവിടുത്തെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ഷൂറ നടത്തുകയാണ്. ആ ഷൂറയുടെ ഒരു തീരുമാനം എന്നോണം ആലോചനകൾ പലതുണ്ടാവുന്നുണ്ട്. നമുക്കറിയാം ഒരു വേള അതൊക്കെ ആലോചനകൾ പലതുണ്ടാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജന്മദിനത്തെ ആസ്പദമാക്കിക്കൊണ്ട് കലണ്ടർ രൂപീകരിക്കാം എന്നുള്ള ആലോചനകൾ ഉണ്ടാകുന്നു. പിന്നീട് മറ്റൊരു അഭിപ്രായം ഉണ്ടാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം വളരെ പ്രധാനപ്പെട്ടത്, റസൂലായിട്ട് നിയോഗിക്കപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, അത് വെച്ചുകൊണ്ട് കലണ്ടറിന് ആരംഭം കുറിക്കാം. ഇങ്ങനെ സ്വഹാബികൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അവരുണ്ടാക്കുന്നു, പിന്നെ അഭിപ്രായങ്ങൾ പറയുന്നു. ആ അഭിപ്രായങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ, എല്ലാവർക്കും ബാധകമാകുന്ന എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു അഭിപ്രായം അവർ സ്വീകരിക്കുകയായിരുന്നു. അതാകുന്നു ഹിജ്റയെ നിദാനപ്പെടുത്തി കലണ്ടറിനെ രൂപകൽപ്പന ചെയ്യാം. അങ്ങനെയാണ് ഹിജ്റ കലണ്ടർ എന്ന് ഇതിന് ഒരു പേര്. നമ്മൾ എണ്ണുന്ന 1400 വർഷം എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ എണ്ണുന്നത് ഹിജ്റയെ നിദാനപ്പെടുത്തിയിട്ടുള്ള ഒന്നാകുന്നു എന്നുള്ള ഒരു ധാരണ. അതാണ് ശരിയായി നമുക്കുണ്ടായിരിക്കേണ്ട ആ വിഷയത്തിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു അറിവ് എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, ഹിജ്റയെ നിദാനപ്പെടുത്തി കലണ്ടർ ഉണ്ടായി. ആ ഹിജ്റ ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ ഒരു സംഭവമാണ്. ആ ഹിജ്റയെ നമ്മൾ ഇന്ന് അവലംബമാക്കി നമ്മുടെ ആരാധനകൾക്ക്, നമസ്കാരത്തിന്റെ സമയം സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം. എന്നാൽ അതല്ലാത്ത ഹജ്ജ് പോലെയുള്ള, നമ്മുടെ പെരുന്നാൾ, അതേപോലെ നോമ്പ് പോലെയുള്ള ആരാധനകൾക്ക് നമ്മൾ നിദാനമായി സ്വീകരിക്കുന്നത് ഹിജ്റ കലണ്ടറാണ്.
ഹിജറ കലണ്ടറുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, അതിന് ചരിത്രങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയമായി കൊണ്ട് മുന്നോട്ട് വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും ഹിജറയുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങൾ നമുക്കുണ്ടാകണം എന്നുള്ള നിലക്കാണ്. ഹിജറ എന്ന് പറയുന്നത് കേവലം നമ്മളൊക്കെ അല്ലെങ്കിൽ പൊതുവിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു ധാരണ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി എന്ന് പറയുമ്പോൾ മക്കയിൽ സ്വൈര്യക്കേടുകൊണ്ട് മദീനയിലേക്ക് കുടിയേറി പാർത്തു എന്നുള്ള ഒരു പലായനത്തിന്റെ ഒരു ചരിത്രം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക. പക്ഷെ അതിനപ്പുറം ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്കുള്ള ഒരു ചേക്കേറൽ മാത്രമായിരുന്നില്ല അത്. അതിലൊരുപാട് ഗുണപാഠങ്ങളുണ്ട്, അതിലൊരുപാട് ഇന്നും നമ്മൾക്ക് വായിക്കാവുന്ന പാഠങ്ങൾ നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ടതുണ്ട്, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതുണ്ട്, അതേപോലെ നമ്മുടെ ജീവിതവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ പാഠങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് അതുള്ളത്. അതിൽ വിശ്വാസപരമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കൂ. പരസ്പരം ഭിന്നിച്ചു നിന്നിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെ ഇസ്ലാമിന്റെ ഐക്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ഇസ്ലാമികമായി കൊണ്ടുള്ള വിശ്വാസം സ്വീകരിച്ചപ്പോൾ ഉണ്ടായതാണ്. ആ വിശ്വാസം സ്വീകരിച്ചപ്പോൾ ഒരുപാട് ഉപരോധങ്ങൾ, പീഡനങ്ങൾ, ദുരിതങ്ങളുടെ വല്ലാത്ത പ്രയാസങ്ങൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് സ്വാതന്ത്ര്യവും സൗകര്യത്തിന്റെയും അനുഗ്രഹങ്ങളിലേക്ക് അവർ പറിച്ചു നടപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഹിജറ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഹിജറയെ നമ്മൾ നോക്കുമ്പോൾ സമുദായങ്ങളുടെ ഇങ്ങനെ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സമുദായം, ആ സമുദായത്തിന്റെ ചരിത്രങ്ങളെ മുഴുവനും മാറ്റിപ്പണിഞ്ഞ ഒരു ടേണിംഗ് പോയിന്റ് അതായിരുന്നു ഹിജറ എന്ന് നമുക്ക് ഒറ്റവാക്കിൽ ഹിജറയെ കുറിച്ച് സ്വാംശീകരിച്ച് പറയാവുന്ന ഒരു വാക്കാണ്. ഹിജറ എന്നത് മഹത്തായ ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെ നമ്മൾ വിലയിരുത്തി പറയുമ്പോൾ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടാകണം. അതിൽ ഒക്കെ അഖീദയും ആദർശവും അതേപോലെ വിശ്വാസവും ജീവിതവും ഒക്കെ ബന്ധപ്പെട്ട് സൂചിപ്പിച്ചല്ലോ. അതിൽ ഒന്നാമത്തെ നമുക്ക് പറയാനുള്ളത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹിജറയിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയിൽ നമുക്ക് കിട്ടേണ്ടതായ ഒരു ഗുണപാഠം അല്ലെങ്കിൽ ഒരു പാഠം എന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ടത്, നമ്മുടെ ജീവിതത്തിലാവട്ടെ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയരായിട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പ് റബ്ബിന്റെ മുൻപിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയും എന്നുണ്ട് എങ്കിൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ആ പ്രതിസന്ധികളിൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകും, റബ്ബിന്റെ കാവലുണ്ടാകും എന്നുള്ള ഒരു പാഠം. അല്ലാഹുല്ലദീ മൽജഉ കുല്ല മക്റൂബ്, എന്ത് പ്രയാസം അനുഭവിക്കുന്നവന്റെയും അഭയ കേന്ദ്രം അള്ളാഹുവാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഹിജറയിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ സന്ദർഭത്തിൽ പ്രവാചകൻ ഹിജറ പോവുകയാണ് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകുമ്പോൾ, അത് അവർക്ക് എങ്ങനെയൊക്കെയോ ഒരു ധാരണയിലേക്ക് അവരെത്തുമ്പോൾ പ്രവാചകൻ ഹിജറ പോകാൻ സാധ്യതയുള്ള ദിവസം കണക്കാക്കുകയും അത് മനസ്സിലാക്കുകയും എന്നിട്ട് അവർ ദാറുന്നദവയിൽ ഒരുമിച്ച് കൂടിയിട്ട് ഇന്ന് പ്രവാചകൻ ഹിജറ പോവുകയാണെങ്കിൽ, അവരുടെ ഭാഷയിൽ മുഹമ്മദ് ഹിജറ പോവുകയാണെങ്കിൽ ഇന്ന് ഗോത്ര തലവന്മാരിൽപ്പെട്ട ഗോത്രാംഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രഗത്ഭരായ ആളുകളൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യണം, ഇന്നത്തെ രാത്രി ഹിജറ പോകുന്ന ആ രാത്രി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലാതെയാക്കണം. പ്രവാചകനെ ഒരു ആൾക്കൂട്ടം ഒരുമിച്ച് കൂടിയിട്ട് നബിയെ കൊല ചെയ്യാൻ ഹാഷിം ഗോത്രത്തോട് അവർക്ക് പിന്നീട് അതിന്റെ പേരിൽ ഹാഷിം ഗോത്രം വല്ല പ്രതികാരവും ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് സാധിക്കൂലല്ലോ. ഹാഷിം കുടുംബം ഖുറൈശി ഗോത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണല്ലോ. അവർക്ക് പ്രത്യേകിച്ച് എല്ലാവരും കൂടിച്ചേർന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു ആൾക്കൂട്ടം എന്നുള്ള നിലക്ക് ഗോത്രങ്ങളിൽപ്പെട്ട ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നീട് അവർക്കൊന്നും പ്രതികാരം ചെയ്യാൻ കഴിയില്ല. അവര് നമ്മൾ പറഞ്ഞിടത്തേക്ക് വന്നുകൊള്ളും എന്നുള്ള നിലക്ക് വല്ല ദിയത്ത് സ്വീകരിച്ചുകൊണ്ട്, പ്രായശ്ചിത്തം സ്വീകരിച്ചുകൊണ്ട് അവർ ഈ വിഷയത്തിൽ ഒതുങ്ങിക്കോളും എന്നുള്ള ഒരു ധാരണ അവർക്കിടെ രൂപപ്പെട്ടു വരികയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ രാത്രി കൊല്ലാൻ വേണ്ടി കൊണ്ട് തീരുമാനമെടുത്തു. പക്ഷെ എന്തുണ്ടായി എന്ന് നമുക്കറിയാം. ഖുർആൻ അതേക്കുറിച്ച് പറഞ്ഞത് സൂറത്തു അൽ അൻഫാലിലെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, താങ്കളെ വകവരുത്താൻ അവർ കുതന്ത്രം മനയുകയാണ്. ഈ സത്യനിഷേധികൾ ഒന്നുകിൽ താങ്കളെ ബന്ധനസ്ഥനാക്കണം, അല്ലെങ്കിൽ താങ്കളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം. അവരിങ്ങനെ പല കുതന്ത്രങ്ങളും ഉണ്ടാക്കുകയാണ്.
അള്ളാഹു ആവട്ടെ മറ്റൊരു തന്ത്രമാകുന്നു അള്ളാഹുവിന്റെ അടുക്കലുള്ളത്. അള്ളാഹുവിനോളം തന്ത്രം മെനയാൻ സാധിക്കുന്നവൻ വേറെ ആരാളുള്ളത്? വല്ലാഹു ഖൈറുൽ മാക്കിരീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ആലോചിച്ച ആലോചനകളിലേക്ക് ബന്ധനസ്ഥരാക്കാം, നാടുകടത്താം, ഇങ്ങനെ പല ആലോചനകൾ ഉണ്ടാവുകയാണ്. എന്നിട്ട് അവർ തീരുമാനിച്ചത് അന്നത്തെ ദിവസം കൊല്ലുക എന്നുള്ളതായിരുന്നു. പക്ഷെ എന്തുണ്ടായി? ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു മൽജആയി മാറി എന്നുള്ളതാണ്. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അഭയം റസൂലുള്ളാഹിക്ക് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ ഉത്തരം അള്ളാഹുവിന്റെ റസൂലായി എന്നുള്ളത് കൊണ്ട് മാത്രമൊന്നുമല്ല, അതൊരു കാരണം തന്നെയാണ്. പക്ഷേ നമുക്കതിൽ നിന്ന് കിട്ടേണ്ട ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ മാർഗത്തിലും ആ പാതയിലും തന്നെയായിരുന്നു, ഹിദായത്തിന്റെ പാതയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉരുണ്ടുകൂടി വന്ന പ്രതിസന്ധിയിൽ അള്ളാഹുവിൽ അഭയം തേടാനും അള്ളാഹുവിന്റെ അഭയം അനുഭവിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് അല്ലാഹുല്ലദി മൽജഉ കുല്ല മക്റൂബ്. എല്ലാ പ്രതിസന്ധികളിലും എന്ത് പ്രതിസന്ധി അനുഭവിക്കുന്ന ആളാണെങ്കിലും ശരി, അവർക്ക് അഭയകേന്ദ്രം അള്ളാഹുവാണ് എന്നുള്ള ഒരു വിചാരം നമുക്ക് ഇതിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന് നിബന്ധന എന്താ? നമ്മൾ റബ്ബിന്റെ മാർഗത്തിലാണ് എന്നുള്ള ഒരു ഉറപ്പ്, യഖീൻ നമുക്കുണ്ടാവണം. രണ്ടാമത്തേത്, ഹിജ്റ ഉദ്ദേശിച്ച് പുറപ്പെട്ട ആ ദിവസത്തിൽ നിങ്ങൾ നോക്കൂ, നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് ആലോചിക്കാത്ത വണ്ണമുള്ള സഹായം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആലോചിക്കാത്ത, അറിയാത്ത മാർഗത്തിലൂടെ, അഭൗതികമായ മാർഗത്തിലൂടെ സഹായം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുണ്ടാകും. കാരണം എന്താ? ആ മുറ്റത്ത് മുഴുവനും ഇവര് കാവൽക്കാരാണ്. കാവൽക്കാരെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി കാവൽ നിൽക്കല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങിയാൽ അതോടുകൂടി വകവരുത്തണം. ആ നിലക്ക് അവർ ഒരുങ്ങി പുറപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വാഭാവികമായിട്ടും പുറത്തേക്കിറങ്ങാൻ പേടിയുണ്ടാകും. വീട് അത്രമേൽ സുരക്ഷിതമല്ല. ആ വീട് സുരക്ഷിതമാകാത്തിടത്ത്, അല്ലെങ്കിൽ മണ്ണ് സുരക്ഷിതമാകാത്തിടത്ത്, ഈ ഭൂമി റസൂലുള്ളാഹിക്ക് സുരക്ഷിതമല്ല എന്നുള്ളിടത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കാവൽ, മുകളിൽ നിന്ന് ആകാശലോകത്ത് നിന്ന് റബ്ബിന്റെ കാവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്നു എന്നുള്ളത് ഹിജ്റയിൽ നമ്മൾ കണ്ട ഒരു സംഗതിയാണ്. എന്താ റസൂലുള്ളാഹി ചെയ്തത്? പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ മുൻപ് അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കിടത്താണ്. വിരിപ്പിൽ കിടത്തിയിട്ട് റസൂലുള്ളാഹി നിർഭയനായിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. നിർഭയനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് അവർക്കൊരു നുആസ് അഥവാ ഒരു മയക്കം പിടിപെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം മണ്ണ് പിടിച്ചെടുത്തിട്ട് കൈപ്പിടിയിൽ ഒതുക്കി പിടിച്ചെടുത്തിട്ട് വാരി എടുത്തിട്ട് അവരുടെ മുഖത്തേക്ക് എറിയുകയും പുറത്തേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലേക്ക് ഇങ്ങനെ എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങി നിൽക്കുന്നിടത്ത് നിന്ന് റബ്ബിന്റെ അടുക്കൽ നിന്ന് ആകാശ ലോകത്ത് നിന്ന് മനസ്സിലേക്ക് കിട്ടിയ ആ നിർഭയത്വമില്ലേ, ഇത് നമുക്ക് വലിയ ഒരു പാഠമാണ്. നമ്മൾ റബ്ബിന്റെ മാർഗത്തിലാണ്. ഞാൻ റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടില്ല. ഇനി അങ്ങനെ വ്യതിചലിച്ചു പോകുന്നു എന്ന് തോന്നലുണ്ടെങ്കിൽ അവിടെ നമുക്ക് നൂഹ് നബി പഠിപ്പിച്ചത് പാടുണ്ടല്ലോ, അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ തേടുക, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ എന്നൊക്കെ പറഞ്ഞ പാടുണ്ടല്ലോ. റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത്, റബ്ബേ ഈ പ്രതിസന്ധിയിൽ നിനക്ക് നിന്റെ അടുക്കൽ നിന്നുള്ള ഒരു നിർഭയത്വം, ഞാൻ മനസ്സ് വല്ലാതെ പങ്കിലപ്പെട്ട് വല്ലാതെ ടെൻഷൻ അടിച്ചെടുക്കുന്ന സമയമാണ്. എന്റെ കാരണങ്ങൾ, എന്റെ പ്രശ്നത്തിന്റെ കാരണങ്ങൾ നിനക്കറിയാമല്ലോ റബ്ബേ, ഞാൻ തെറ്റുകുറ്റങ്ങൾ എന്നോട് പൊറുക്കേണമേ എന്ന് പറയാനും റബ്ബിന്റെ അടുക്കൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് റബ്ബിന്റെ അടുക്കൽ നിന്ന് നിർഭയത്വം കിട്ടിയതുപോലെ പേടി കൂടാതെ പ്രതിസന്ധി ഘട്ടത്തിൽ പുറത്തേക്കിറങ്ങാൻ സാധിച്ച ഒരു വല്ലാത്ത ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് നമ്മുടെയും അനുഭൂതിയാകുന്ന രീതിയിൽ വിശ്വാസപരമായ ഒരു ഉദ്ധാരണം അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ഹിജ്റയുടെ പാഠങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, മൂന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ആ ഹിജ്റ യാത്രയിൽ ഇടുങ്ങിയ ഗുഹയിൽ അവര് 3 ദിവസത്തോളം കഴിഞ്ഞുകൂടുന്നുണ്ട്. 2 രാത്രിയും 1 പകലും അവർ കൃത്യമായി കൊണ്ട് കഴിഞ്ഞുകൂടും. അന്നത്തെ രാത്രി അവർ പോകുന്നു, 3 രാത്രിയും 2 പകലും അവർ കഴിഞ്ഞുകൂടുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആ ദിവസങ്ങളിൽ, ആ രാത്രികളിലും പകലുകളിലും അവർക്ക് കിട്ടിയിട്ടുള്ള അവസ്ഥ, അവർ കഴിഞ്ഞുകൂടുന്ന ആ ഗുഹയുടെ അവസ്ഥ ഇടുങ്ങിയ ഒരു ഗുഹ. ആ ഇടുങ്ങിയ ഗുഹയിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. അവർക്ക് കാവലായിക്കൊണ്ട്
ഏതെങ്കിലും ഒരു കാവൽ സേനയില്ല, സുരക്ഷാ സംവിധാനങ്ങളില്ല, ഒന്നുമില്ലാത്ത ആ 3 ദിനങ്ങൾ ശത്രുക്കളാകട്ടെ ഈ ഗുഹാമുഖത്തേക്ക് വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലേക്ക് പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളെ കുറിച്ചുള്ള വാർത്തയുമായി കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. അഥവാ ഈ ഗുഹാമുഖത്തേക്ക് പോലും അന്വേഷണ സംഘം, ഖുറൈശികളുടെ അന്വേഷണ സംഘം അവിടേക്ക് വരെ എത്തുകയാണ്. എന്നിട്ട് നോക്കുകയാണ്, അവിടെ ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഇല്ലെന്ന് ബോധ്യം വരാൻ തക്കതായ ചില കാവലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യം. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ഭീതിജനകമായ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ അന്ന അഹദഹും നദറ ഇലാ മൗദിഇ ഖദമിന ലഅബ്സർന, നമ്മുടെ കാൽപാദങ്ങളുടെ അടുക്കലേക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് അവരങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവർ കണ്ടത് തന്നെയാണ്, നമ്മൾ അവർ കാണുക തന്നെ ചെയ്യും. അത്ര സുരക്ഷിതത്തെ ഉള്ളൂ. എന്നിട്ടും അവർക്ക് അവിടെ കഴിഞ്ഞുകൂടാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഈ പേടി അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചപ്പോൾ, പറഞ്ഞപ്പോൾ, പങ്കുവെച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സങ്കോചവുമില്ലാതെ പറയാൻ സാധിച്ച വാക്കെന്താ? മാ ളന്നുക ബിഇസ്നൈനില്ലാഹി സാലിസുഹുമാ. അല്ലയോ അബൂബക്കർ, താങ്കൾ എന്താണ് കരുതിയത്? താങ്കളുടെ മനസ്സിൽ എന്താണ്? നമ്മൾ 2 പേർ മാത്രമല്ല, നമ്മോടൊപ്പം 3-മനായി അള്ളാഹു ഇല്ലേ? 3-മനായി അള്ളാഹു ഉള്ള 2 പേരെ കുറിച്ച് എന്തിനാണ് താങ്കൾക്ക് ബേജാറ് എന്നുള്ള ഒരു ചോദ്യമാണല്ലോ ചോദിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അള്ളാഹു സഹായിച്ചിട്ടില്ല എങ്കിൽ നമുക്കൊരു ഉറപ്പ് വേണം. എന്താ ഉറപ്പ്? എന്റെ റബ്ബിന്റെ മാർഗം വിട്ട് ഞാനൊരു കളിയും കളിച്ചിട്ടില്ല, അങ്ങനെ ഒരു പോക്ക് ഞാൻ പോയിട്ടില്ല. എന്റെ പ്രതിസന്ധിയിൽ ഞാൻ റബ്ബിന്റെ മാർഗത്തിലാണ് എന്നുള്ള നിലക്ക് റബ്ബിനോട് ചോദിക്കാൻ സാധിക്കുന്ന ഒരു ഈമാനികാവേശം നമുക്കുണ്ടെങ്കിൽ, ഈമാനിക പ്രഭാവം നമുക്കുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ സഹായം കിട്ടും. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹായമുണ്ടായി. ഇസ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതിനെ കുറിച്ച് സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്തിലുണ്ട്. ദുഃഖിക്കേണ്ടതില്ല, താങ്കൾക്ക് ബേജാറ് വേണ്ട, താങ്കൾ പേടിക്കേണ്ടതില്ല, ദുഃഖം വേണ്ട. ഇന്നല്ലാഹ മഅനാ, തീർച്ചയാണ് അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അങ്ങനെ ഒരു മഅയ്യത്തിനെ കുറിച്ച്, റബ്ബിന്റെ മഅയ്യത്തിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അതിന് ഹിജറ വലിയ ഒരു പാഠം തന്നെയാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. 4-മതൊരു കാര്യം കൂടി പറയാം. അത് മറ്റൊന്നുമല്ല, നിശബ്ദമായ ചില പ്രവർത്തനങ്ങളുണ്ടല്ലോ. ആ ഒരു പ്രവർത്തനത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം അവിടെ വർക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ അവര് ഗുഹയിൽ കഴിഞ്ഞുകൂടുകയാണ് ഈ ദിവസങ്ങളിൽ. ആ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കാവലായിക്കൊണ്ട്, സുരക്ഷിതത്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് നിശബ്ദമായ ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നായിരുന്നു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പുത്രൻ അന്നത്തെ ദിവസങ്ങളിൽ, ആ രാത്രികാലങ്ങളിൽ മക്കയിലെ ഓരോ പ്രദേശങ്ങളിലും, ദാറുൻ നദവയിലും, അതേപോലെ അബൂജഹലിന്റെ വീടിന്റെ ഭാഗത്തും അബൂ സുഫിയാന്റെ വീടിന്റെ ഭാഗത്തും, ഇങ്ങനെ എവിടെയൊക്കെ ഖുറൈശികൾ ഒരുമിച്ച് കൂടുന്നുണ്ടോ അവിടേക്കൊക്കെ കാതോർത്തുകൊണ്ട് ഇങ്ങനെ ചെല്ലും. ഒരു രഹസ്യാന്വേഷകനായിക്കൊണ്ട് എന്താണ് റസൂലുള്ളാഹി പോയതിന്റെ ശേഷം മക്കയിലെ വിശേഷങ്ങൾ, എന്തൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്യാദി കാര്യങ്ങളൊക്കെ പകൽ സമയത്ത് മുഴുവനും അന്വേഷിച്ചറിയുകയാണ്. എന്നിട്ട് രാത്രിയാകുന്നതോടുകൂടി ആരോരും അറിയാതെ ആ സൗർ ഗുഹയിലേക്ക് കയറുകയാണ്. വളരെ ഉയരമുള്ള ആ ഗുഹയിലേക്ക് കയറുകയാണ്. കയറി ചെന്ന് ഈ ദിവസങ്ങളിൽ 3 ദിവസങ്ങളിലും ഈ അവിടേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, വാർത്തകൾ എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയും നീക്കങ്ങളുണ്ട് എന്ന് അറിയിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടേക്ക് എത്തുന്ന ആ മഹാനായ അബ്ദുള്ള എന്നറിയപ്പെടുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ പോകുന്ന കാൽപ്പാടുകൾ, ഇദ്ദേഹം പകൽ സമയത്ത് ഇവിടെ കണ്ടല്ലോ, രാത്രി എവിടേക്കാണ് പോകുന്നത് എല്ലാം അന്വേഷിച്ചു കഴിഞ്ഞാൽ കാൽപ്പാടുകൾ കാണുമല്ലോ. ആ കാൽപ്പാടുകൾ മായ്ച്ചു കളയാൻ മറ്റൊരു സംവിധാനം അവിടെ നിശബ്ദമായി കൊണ്ട് വർക്ക് ചെയ്യുന്നു. അതെന്താണെന്നറിയാം?
എന്താണെന്നറിയുമോ? ആമിർ ബിൻ ഫുഹൈറ എന്നറിയപ്പെടുന്ന ഒരു അടിമബാലൻ, ആ അടിമബാലൻ അയാളുടെ ആട്ടിൻ പറ്റങ്ങളെയും തെളിച്ചുകൊണ്ട് തൗറിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുന്നു എന്ന് റസൂലുള്ളാഹിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ആവശ്യമായ പാല് കറന്നെത്തിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം അബ്ദുള്ള നടന്നു പോയ ആ വഴിയിലെ കാൽപ്പാടുകൾ മായ്ച്ചു കളയാൻ കൂടി ഈ ആട്ടിൻ പറ്റങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നതിലൂടെ സാധിക്കുകയും ചെയ്യുന്നു. ഇതൊരു സുരക്ഷിതത്വം കൂടി അവിടെ ഒരു നിശബ്ദമായ സുരക്ഷിതത്വം അവിടെ രൂപപ്പെടുകയാണ്, അഥവാ വർക്ക് ചെയ്യുകയാണ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, മഹദി അസ്മാ റളിയല്ലാഹു അൻഹ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിങ്ങനെ ഒരു സംരംഭം, ഒരു ദഅവാ സംരംഭമാകാം, അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാകാം, എന്താവട്ടെ, ആ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചില ആളുകൾ നിശബ്ദമായി പ്രവർത്തിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും. ആ നിശബ്ദ പ്രവർത്തനങ്ങളായിരിക്കും ആ സംരംഭത്തെ, ആ പ്രവർത്തനത്തെ വിജയത്തിലേക്ക് എത്തിക്കുക. പലപ്പോഴും ശബ്ദ കോലാഹലങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ കാണും. ആ ശബ്ദ കോലാഹലങ്ങൾ ആളുകളിലേക്ക് എത്തണമെങ്കിൽ തന്നെ, അവിടെ നടക്കുന്നുണ്ട് എത്തണമെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില നിശബ്ദ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ആ നിശബ്ദ പ്രവർത്തനങ്ങൾ ഏതൊരു പ്രവർത്തനത്തിന്റെയും വിജയത്തിന്റെ നിദാനമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന, ആ ഒരു ബോധ്യം നമുക്കുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പാഠം കൂടി ഹിജ്റയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടുള്ള ആ സംവിധാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ തക്കതായ വലിയ പാഠം ഉൾക്കൊള്ളുന്ന ഒന്നാകുന്നു ഹിജ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. കുറെ കാര്യങ്ങളുണ്ട്, വഴിയെ ചിലത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ, അടുത്ത ഖുതുബയിൽ പറയാം, അടുത്ത ആഴ്ചയിലെ ഖുതുബയിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ചരിത്രം നമുക്ക് ഏതാണെങ്കിലും ശരി, അതിൽ നിന്ന് ഒരുപാട് വിശ്വാസപരമായ പാഠങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർമ്മപരമായ പദ്ധതികളിൽ പാഠങ്ങളുണ്ട്. അത്തരം പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള തൗഫീഖ്, ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നാഥൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. മുഹറം നമ്മളിലേക്ക് എത്തുമ്പോൾ അടുത്ത ആഴ്ചക്ക് മുമ്പേ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ മുഹറം 10 ആശുറയിലായിരിക്കും ഉണ്ടാവുക. ആശുറ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, റമളാൻ നോമ്പ് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രേഷ്ഠമാക്കിയിട്ടുള്ള ഒരു നോമ്പ് എന്നുള്ള നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അഫ്ദലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. അള്ളാഹുവിന്റെ മാസം എന്ന് പ്രത്യേകം പേര് വിളിക്കപ്പെട്ടിട്ടുള്ള മാസമായ മുഹറത്തിലെ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമാണ് റമളാൻ നോമ്പിന് ശേഷം എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പ്രതിഫലമായി കൊണ്ട് ഹദീസിൽ വന്നിട്ടുള്ളത് സുയാമു യൗമി ആശുറ, മുഹറം 10 ആ നോമ്പ്, അതിന്റെ പ്രതിഫലം അഹ്തസിബു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് പ്രതിഫലം? അൻ യുകഫിറ സനതല്ലതി ഖബ്ല, മുൻപ് കഴിഞ്ഞു പോയ ഒരു മാസത്തിലെ ചെറുദോഷങ്ങൾക്കുള്ള കഫാറത്ത്, പ്രായശ്ചിത്തം. അപ്പൊ ആ ഒരു നോമ്പിലൂടെ റസൂലുള്ളാഹി പഠിപ്പിച്ച ആ പ്രതിഫലവും മഹത്വവും ശ്രേഷ്ഠതയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പരമാവധി പ്രയാസങ്ങൾ, കാര്യമായ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നോമ്പെടുക്കാൻ കഴിയും. കാലാവസ്ഥയൊക്കെ ആ നിലക്കുള്ളതാണല്ലോ, ചൂടൊന്നും വല്ലാതല്ലല്ലോ. അതുകൊണ്ട് പരമാവധി എല്ലാ ആളുകളും മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കാൻ ജാഗ്രത കാണിക്കുക. അതോടൊപ്പം ഒരൊറ്റ കാര്യം കൂടി, ശരിയായി നമുക്കിപ്പം ഹിജ്റ ഉണ്ടല്ലോ, നമ്മൾക്കിപ്പോൾ ഹിജ്റ ഉണ്ട്. ഹിജ്റ അതോടുകൂടി തീർന്നിട്ടില്ല. നമ്മൾ ചെയ്യേണ്ട ഹിജ്റ എന്താ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ ഹിജ്റ? ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുക എന്നുള്ളതല്ല റസൂലുള്ളാഹി പഠിപ്പിച്ച ഹിജ്റ. മറ്റൊന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത് അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണത്. അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അള്ളാഹു എന്തൊക്കെ കാര്യങ്ങളാണോ വിലക്കിയിട്ടുള്ളത്, ആ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാകുന്നു. വിട്ടു നിൽക്കുന്നവൻ ആരാണോ അവനാകുന്നു മുഹാജിർ. അപ്പൊ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ഹിജ്റ അതാണ്. നമ്മളോട് അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അത് സാമ്പത്തിക രംഗത്ത്
നമ്മുടെ ഇടപാടുകളിൽ, ഇടപെടലുകളിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഹക്ക് അല്ലാത്തത്, ബാത്തിലായത്, ഹറാമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്ത വണ്ണമുള്ള ജാഗ്രത നമുക്ക് കാണിക്കാൻ സാധിക്കുക അത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഹിജ്റയാണ്. അങ്ങനെയുള്ള മുഹാജിറുകളാകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനമാണ്. അത് വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ന് നമ്മൾ പല പ്രവർത്തനങ്ങളിലും നമ്മളോട് പ്രത്യേകമായി വിലക്കിയിട്ടുള്ള കുറെ വിലക്കുകൾ, ആ വിലക്കുകളുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ കൂടെ നിൽക്കണമല്ലോ. ഉദാഹരണമായിട്ടിപ്പോ ഈ ഗവൺമെന്റ്, ഇതിന്റെ മുൻപും ഗവൺമെന്റ് പ്രഖ്യാപിച്ച ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ ചില സംസ്ഥാനം നടത്തിയിട്ടുണ്ട്, ഹൈ മെമ്പർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഒരു ഓപ്പറേഷൻ തൂഫാൻ നമ്മൾ നോക്കൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ എത്രമേൽ സങ്കടകരമായ വാർത്തകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ വാർത്താ മാധ്യമം നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളത്. കൊച്ചു കുട്ടികൾ പോലും സ്കൂളുകളിൽ, കോളേജുകളൊക്കെ പഠിക്കുന്ന 15 വയസ്സും 17 വയസ്സും ഒക്കെ ആയിട്ടുള്ള വകതിരിവ് എന്ത് എന്ന് എത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള പ്രായത്തിലുള്ള കുട്ടികൾ പോലും ഇതിന്റെ വാഹകരായിക്കൊണ്ട് ഇതിന്റെ ഈ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും ഒക്കെ മുന്നിൽ നിൽക്കുകയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാരിയേഴ്സ് ആയിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ വാർത്തകൾ നമ്മൾ കാണുകയാണ്. അപ്പൊ നമ്മൾക്ക് എന്താ ചെയ്യാറ്? ഒന്ന്, നമ്മുടെ വീടുകൾ ഇതിലൊക്കെ സുരക്ഷിതത്വം ഉണ്ടോ എന്നുള്ള തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങളിൽ നന്മയാകുന്ന പ്രവർത്തനങ്ങൾ ആര് സംഘടിപ്പിച്ചാലും ശരി, അതിൽ ഗവൺമെന്റിന്റെ മുഖമൊന്നും നോക്കേണ്ടതില്ല. ഇതിന്റെ മുൻപും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ വന്നപ്പോൾ നമ്മൾ ഈ മെമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു, നമ്മുടെ നല്ല മനസ്സും പ്രാർത്ഥനകളും അതേപോലെ സപ്പോർട്ടുകളും പിന്തുണകളും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഹദീസിന്റെ ഭാഗം കൂടിയുള്ള ഒരു പ്രതിഫലത്തിന് നമ്മൾ അർഹരാകും. നമ്മളെ നല്ല നിയ്യത്തോടു കൂടി പ്രവർത്തിച്ചാൽ മതിയാകും. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന എല്ലാ വീഴ്ചകളും നാഥൻ നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ദയാപരനും സർവ്വലോക പരിപാലകനും സംരക്ഷകനുമായ നാഥ, ഞങ്ങളെ നിന്റെ അടുക്കൽ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റബ്ബേ. നരകത്തിന്റെ കെടാത്ത അഗ്നിയിൽ നിന്ന്, ഖബറിന്റെ ഭീകരമായ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് മുൻപേ ഞങ്ങളോട് വിട പറഞ്ഞിട്ടുള്ള, ഇഹലോകവാസം വെടിഞ്ഞിട്ടുള്ള ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായ എല്ലാ ആളുകളെയും ഓർത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെ, മറ്റു ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയൊക്കെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, നിന്റെ അടുക്കൽ നിന്ന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ലളിതമായ വിചാരണ മാത്രം നൽകി നിന്റെ അടുക്കൽ യൗമുൽ ഖിയാമയിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.